Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Lumina Techno Lab. Co-presents Academy for Professional Studies. This program is brought to you by Happy Gold. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റുകൾ ചെയ്യുന്നവരല്ല, മറിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുള്ളത്. നമസ്കാരം, ഫോക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞുപോയ കുറേ ജീവിതങ്ങൾ, കിടപ്പാടം പോലും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ രോദനങ്ങൾ അലയടിക്കുന്ന വയനാടൻ കാറ്റിലെ നൊമ്പരങ്ങളിലേക്ക് നമുക്കുമെത്താം. അവർക്കായി നമ്മുടെ സഹായഹസ്തങ്ങൾ നീട്ടാം. അവർക്ക് വേണ്ടി ആശ്വാസ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് മനം നൊന്ത് പ്രാർത്ഥിക്കാം. ചിങ്ങമാസത്തിലെ പൊന്നോണം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം നല്ല ദിനങ്ങളാണ്. മാവേലി മന്നനെ വരവേൽക്കാൻ തിരുവനന്തപുരത്തെ ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് ജീവനക്കാരുടെ ഒത്തൊരുമയോടുള്ള ആഘോഷ പ്രതീകങ്ങളാണ് ഫോക്കസ് ഓണത്തിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ്. ഉദ്ഘാടനം ഹാപ്പി ലാൻഡിൻ്റെ ചെയർമാൻ ശ്രീ മോഹൻദാസ് സർ, അദ്ദേഹം നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചിരിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ചെയർമാൻ നിങ്ങൾക്ക് ഓണാശംസകൾ നേരുന്നതായിരിക്കും. അതിന് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത് പ്രിയപ്പെട്ട സ്റ്റാഫുകൾ, എല്ലാവർക്കും ഹൃദയമായ എല്ലാ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ലാൻഡിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അത്തപ്പൂക്കള മത്സരമാണ് ആദ്യത്തെ ഇനം നടക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ജീവനക്കാരും ഒത്തൊരുമയോടെ തന്നെ, ഇത് കണ്ടില്ലേ, ഇവരെല്ലാവരും ഒരു ഡ്രസ് കോഡ്, ഒരു കളർ കോഡ് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ജോയിൻ്റ് ആയിട്ടാണ് 3 ടീമായിട്ട് വാശിയേറിയ അത്തപ്പൂക്കള മത്സരമാണ് നടക്കുന്നത്. 3 ടീമും ഉണ്ട്. അത് ഏതൊക്കെയാണ്, അവരെങ്ങനെയാണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത്, ആരാണ് ഒരു തലനാരിഴയ്ക്കായിരിക്കും മുന്നിൽ വരുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ പരിശ്രമം ഇതിൻ്റെ പുറകിൽ, ഇതെല്ലാം നമുക്കൊന്ന് കാണാം. നമുക്ക് ജഡ്ജസും ഉണ്ട്, അവരുടെ നിഗമനം എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കി കണ്ടാലോ. പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടീം സിയുടെ കൂടെയാണ്. ഇവിടെ ഇപ്പോൾ ജഡ്ജസ് ഇപ്പോൾ തൊട്ട് മുൻപ് വന്ന് നോക്കിയിട്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര മ്ലാനതയാണ്. എന്തായിരിക്കും റിസൾട്ട്? കുറച്ച് മുമ്പ് ഞാനിവിടെ എല്ലാവരും ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുന്ന കേട്ടായിരുന്നു. ദൈവമേ ഭഗവാനെ, നമ്മുടെ ടീമിന് എന്നെ കിട്ടണേ ഈശ്വര എന്നൊക്കെ. അത്രയും കമ്മിറ്റ്മെൻറ്റോടുകൂടി ഡെഡിക്കേഷനോടുകൂടിയാണ് ടീംസ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. എല്ലാ ടീമും അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരും തൃക്കാക്കരപ്പനൊക്കെ സമർപ്പിച്ച് വിളക്കിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ കുത്തരയൊക്കെ വെച്ചിട്ടാണ് ഇവരും ചെയ്തിരിക്കുന്നത്. ചെറിയൊരു 3D ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ടീം ക്യാപ്റ്റൻ പേരൊന്ന് പറഞ്ഞ്. ഹേമലത. എന്താണ്, എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഏറ്റവും മികച്ചത് ഞങ്ങളുടേതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി
ബാക്കി എല്ലാവർക്കും എന്താ പറയാനുള്ള എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓണാഘോഷം അടിപൊളിയായിട്ട് അല്ലേ? റിസൾട്ട് ഒക്കെ എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് ഒക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മൾ ഹാപ്പി ആയി അടിച്ചു പൊളിക്കുക, അതാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല, ആണ് ഇട്ടത്. എന്തായാലും കുഴപ്പമില്ല, അടിച്ചു പൊളിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നത് ടീം എയുടെ കൂടെയാണ്. ടീം എ എല്ലാരും കൂടി ഒരു ഓഹോ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇവരുടെ മനസ്സിൽ ഇപ്പൊ ജഡ്ജസ് ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവരുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്താവും റിസൾട്ട്, അല്ലേ? നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാലോ. പൂക്കളം നല്ല അടിപൊളിയായിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്, നല്ല സിമെട്രിക് ആയിട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3D ലുക്കൊക്കെ ഉണ്ട് അല്ലേ? 3D ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 3D ലുക്കുള്ള ഒരു പൂക്കളമാണിത്. എന്നാലും ഇവരുടെയൊക്കെ മനസ്സിൽ എന്താന്ന് നോക്കാം. ടീമിന് ക്യാപ്റ്റൻ ഉണ്ടോ? ടീം ക്യാപ്റ്റൻ ആരാ? പേരെന്താ? മനു. മനു ആണോ ഇതിന്റെ ക്യാപ്റ്റൻ? അപ്പൊ ഈ എപ്പോ തുടങ്ങി ഇതിന്റെ വർക്കൊക്കെ? ഞങ്ങള് ഇന്നലെ തുടങ്ങി. ഇതിന്റെ കോർഡിനേഷൻ ഒക്കെ ഒരു 20 ദിവസം മുന്നേ തുടങ്ങിയായിരുന്നു. ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്തത് എല്ലാരും കൂടി? എല്ലാരും കൂടി. ഞാനിപ്പോൾ ടീം ബിയുടെ കൂടെയാണ് നിൽക്കുന്നത്. വലിയൊരു അത്തക്കളം ഇവർ ഒരുക്കിയിട്ടുണ്ട്, എല്ലാ പൂക്കളും വെച്ചിട്ടുണ്ട്. നമുക്ക് നടുക്കായിട്ടൊരു വള്ളം കൂടെ കാണാം നമുക്ക് ഈ പൂക്കളത്തിൻ്റെ കൂടെ. നല്ല രസമുണ്ട്, നല്ല സിമെട്രി ആയിട്ട് തന്നെയാണ് ഇവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കളേഴ്സിൻ്റെ ആ ഒരു ഗ്രേഡിയൻസ് വരുന്നത് നല്ല രസമുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ജഡ്ജസും മാവേലിയും ഒക്കെ ഇതൊക്കെ കണ്ടുപോയിട്ടുണ്ട്. റിസൾട്ട് ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ അറിയും. എന്തായാലും എന്താണ് ഇതിൻ്റെ ക്യാപ്റ്റൻ എവിടെ? ഓക്കെ, ക്യാപ്റ്റൻ്റെ പേര് അനു ആണ് ഇതിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഡിസൈനും ഒക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് എല്ലാരും കൂടി ആയിരിക്കും അല്ലേ? ഓക്കെ, എന്നിട്ട് ഇന്നലെ വരച്ചോ? ഇന്നലെ രാത്രി വരച്ചു തുടങ്ങി. എപ്പോഴാണ് ഇട്ട് തുടങ്ങിയ പൂക്കളൊക്കെ? 4-5 മണിക്ക്, വെളുപ്പിന് 4-5 മണിക്ക് ശേഷം അല്ലേ? അപ്പൊ എത്രയും മണിക്കൂറിന്റെ ഒരു എഫേർട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോ എന്ത് തോന്നുന്നു? തോന്നുന്നു അല്ലേ? ഫസ്റ്റ് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വാശിയേറിയ അത്തപ്പൂക്കള മത്സരത്തിന്റെ റിസൾട്ട് പറയാനായാണ് നമ്മുടെ ജഡ്ജസ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ദീപ സർജു, ഞാൻ അധ്യാപികയാണ്. കന്യാകുളങ്ങര ഗവൺമെൻറ് LP സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ സുനിൽ അഗസ്ത്യ, ഞാൻ ജവഹർ ബാലഭവനിലെ ചിത്രകലാ അധ്യാപകനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മത്സരം? അതിൽ നിഗമനത്തിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടിയോ? തീർച്ചയായിട്ടും വളരെ വാശിയേറിയ മത്സരമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പൂക്കളങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായുള്ള സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാണ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തേർഡ് പ്രൈസ് ഗോസ് ടു ടീം ബി ആൻഡ് സെക്കൻഡ് പ്രൈസ് ടീം എ. ഫസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഔദ്യോഗികമായി എന്ന് പറഞ്ഞത്. അത്തപ്പൂക്കള മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചതിന്റെ ആഘോഷമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടത്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം സി ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇവര് മത്സരം ജഡ്ജസ് വരുന്നതിന് മുമ്പ് ഞാൻ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ചിലരൊക്കെ ഈശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ, നമുക്ക് തന്നെ കിട്ടണേ എന്ന് അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഇവര് ഈ അത്തപ്പൂക്കള മത്സരത്തിനെ കണ്ടുവന്നാണ്. എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടി വിജയം ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഓണം. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണപ്പാട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. നമ്മുടെ മാവേലി ഉണ്ട് കൂടെ. ഇവിടുത്തെ വനിതാ ജീവനക്കാരാണ് ഇന്നിവിടെ ഓണപ്പാട്ട് പാടാൻ പോകുന്നത്. അപ്പോൾ ഇത് മത്സര ഇനമാണോ? അല്ല, ഓണപ്പാട്ട് മത്സര ഇനം അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ടാണ് പാടാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പാടാം. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ, സ്റ്റാർട്ട്. ഓണപ്പാട്ടിൻ
ഫോക്കസ് ഓണത്തിൻ്റെ ഭാഗമായുള്ള ഹാപ്പി ലാൻഡിൻ്റെ ഓണപരിപാടികളുടെ എല്ലാ ഭാഗങ്ങളും ഇന്ന് കാണിക്കാൻ സാധിച്ചില്ല. ഇനിയും കുറേ ഓണവിശേഷങ്ങളും കളികളും തമാശകളും കുസൃതികളും എല്ലാമായുള്ള ഓണപരിപാടികൾ അടുത്ത വെള്ളിയാഴ്ച കാണാം. അതുവരെ ദിസ് ഇസ് സുകന്യ സൈനിങ് ഓഫ്, വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ബൈ. Happy Land Amusement Park, Thiruvananthapuram. Sonia Plants and Flowers LLC, Dubai, UAE. One of the leading indoor plant suppliers in Dubai and over UAE. We are a fast-growing company, provides high-quality, real ornamental indoor and outdoor plants installations for high and low-profile business offices, residential, hotel, apartments and shopping malls. We organize flower deliveries worldwide. Sonia Plants and Flowers LLC, Dubai, UAE. Contact 0429711123. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ CMA ഇന്ത്യനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, കോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഈ ഒരു CMA അതുപോലെ CMA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ
കാറ്റ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ 2 ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഇതിൽ ഏതാ നല്ലതെന്ന്. സത്യത്തിൽ ഏതാ നല്ലത്, കുറച്ചുകൂടി നല്ലത് ഏതാ? അതൊരു നല്ലൊരു ചോദ്യമാണ്. CMA ഇന്ത്യ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CMA ഇന്ത്യ കോഴ്സിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ CMA ഫൗണ്ടേഷൻ കോഴ്സോ അല്ലെങ്കിൽ CMAയുടെ കാറ്റ് കോഴ്സോ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ CMA കാറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് CMA ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം CMA ഫൗണ്ടേഷൻ കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. CMA കാറ്റ് ഒരു ഡിപ്ലോമ കോഴ്സ് പോലത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ പൊതുവിൽ CMA കാറ്റിനെ അപേക്ഷിച്ച് CMA ഫൗണ്ടേഷൻ കഴിഞ്ഞവർക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല്, അതുപോലെ ന്യൂമറിക്കൽ സ്കില്ല്, അതുപോലെ മറ്റ് കുറച്ചുകൂടി ബുക്കൊക്കെ റെഫർ ചെയ്ത് ആ ഒരു റെഫറൻസ് സ്കില്ലൊക്കെ വരുന്നത് ഫൗണ്ടേഷൻ കഴിഞ്ഞ കുട്ടികൾക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് നമ്മളിപ്പോൾ CMA ഇന്ത്യയിലെ മെയിൻ മറ്റ് സ്റ്റേജുകളിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി അവിടെ ഒരു വാസ്റ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു പഠന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് CMA കാറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസിനേക്കാൾ കുറച്ചുകൂടി പെർഫോം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ CMA കാറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടി നല്ലത് ഫൗണ്ടേഷൻ തന്നെ ചെയ്ത് CMA ഇന്ത്യയുടെ ഇൻ്ററിലേക്ക് കടക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്ത് അതിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ CMA കാറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് CMA ഇന്ത്യയുടെ മറ്റ് CMA ഇൻ്റർ ആ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഫൗണ്ടേഷൻ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഒരു പ്രൊഫഷണലി ബെറ്റർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതുപോലെ തന്നെ സ്കില്ല് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാറ്റിനേക്കാൾ ബെറ്ററായിട്ട് വരുന്നത് CMA ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലായിക്കോട്ടെ മറ്റ് സ്കില്ലായിക്കോട്ടെ ആ ഒരു പേഴ്സണലി ഒരു ബെനിഫിറ്റും കൂടി അതിൽ CMA ഫൗണ്ടേഷൻ കാറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ശ്രീ ഷബീർ അലിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ പണമിടപാട് നടക്കുന്ന ഒരു ഏരിയയാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റും ഇൻകം ടാക്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എങ്ങനെയാണത്? റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്ഥലം ബിൽഡിങ്ങിൻ്റെ ഒക്കെ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ഇതിന് ഇൻകം ടാക്സ് ഉണ്ടോ, അതിന് ടാക്സ് അടക്കാനുണ്ടോ, അതിന് വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്ക് സംശയമുള്ളതാണ്. അപ്പം ഈ സ്ഥലം ബിൽഡിങ് ഇത് രണ്ടും ഇൻകം ടാക്സ് നിയമപ്രകാരം ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയും അതിൻ്റെ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ് ടാക്സും അടക്കാൻ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ബാധ്യസ്ഥരാണ് എല്ലാ ആൾക്കാരും. അത് 2 രീതിയിലാണുള്ളത്. ഈ സ്ഥലവും ബിൽഡിങ്ങും ആണെങ്കിൽ നമ്മളൊരു സ്ഥലവും ബിൽഡിങ്ങും വാങ്ങിച്ച് 24 മാസത്തിനുള്ളിലായിട്ടാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ കൈവശം 24 മാസത്തിന് താഴെയായിട്ടാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അത് കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മളൊരു 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി 5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം വെറും 2 ലക്ഷം രൂപയാണ്. അത് 2 ലക്ഷം രൂപ നമ്മുടെ മറ്റുള്ള വരുമാനത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അടക്കുക, അതിൻ്റെ പ്രശ്നം തീർക്കുക. പക്ഷേ നേരെ മറിച്ച് ഇത് ലോങ് ടേം ആയിക്കഴിഞ്ഞാൽ 24 മാസത്തിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടുന്നതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. പക്ഷേ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണുന്ന സമയത്ത് നമ്മുടെ ലാഭം കണക്കാക്കുന്നതിന് ചെറിയൊരു ആഡ് ഓൺ പോലെ ഒരു സാധനം ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു റിലീഫാണ്. കാരണം നമ്മൾ മുമ്പ് ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഒരു 1 ലാക്ക് കൊടുത്ത് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി, 2001 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി ഇപ്പോൾ 2024-25 നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ 4 ലക്ഷം രൂപയാണ് ലാഭമെന്ന് തോന്നുമെങ്കിലും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ലാഭം കണ്ടുപിടിക്കേണ്ട, പകരം നിങ്ങൾ എന്ത് ചെയ്തോ അന്ന് വാങ്ങിച്ച 1 ലക്ഷം രൂപയെ പണപ്പെരുപ്പ ഇൻഡെക്സേഷൻ, അതിന് ഇൻഡെക്സേഷൻ എന്നാ പറയാം, പണപ്പെരുപ്പ സൂചിക വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കണക്കിലെടുക്കുകയാണെങ്കിൽ അന്നത്തെ 1 ലക്ഷം രൂപയെ ഇന്ന് 3,63,000 രൂപയാക്കിയിട്ട് കൂട്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 ലക്ഷം രൂപയിൽ നിന്ന് ഈ 3,63,000 രൂപ കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾ ലാഭമാക്കിയിട്ട് കാണിച്ചാൽ മതി. ആ ലാഭത്തിന് നിങ്ങൾ 20% എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. ഇനി ഇത് ടാക്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് എന്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ലാഭം കിട്ടുന്ന പണം നിങ്ങൾ പുതിയൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടക്കണ്ട. അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കുറച്ച് ബോണ്ടുകളുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലെയുള്ള ബോണ്ടുകളുണ്ട്. അതിനകത്തേക്ക് 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വർഷത്തിൽ എന്തും കിട്ടും, ഇൻട്രസ്റ്റും കിട്ടും. APS എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ തീരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം.
നമസ്കാരം, മഞ്ജു ശ്രീകരനാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞാനുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിലെ ഗോൾഡൻ മ്യൂസിക് സെന്ററിലാണുള്ളത്. ഇവിടുത്തെ സ്റ്റാഫും ഫാമിലീസും എല്ലാവരും ചേർന്നിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഓണ വിരുന്ന് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ആ വിശേഷങ്ങളിലേക്ക് പോവാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ മ്യൂസിക്കിന്റെ ഓണർ സുമിത മാമിനെയും മകൾ അമൂല്യയുമാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾക്കിടയിൽ ഓണത്തിന്റെ പ്രോഗ്രാം ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ നമുക്കിനി കുറച്ച് ഓണവിശേഷങ്ങൾ പറഞ്ഞാലോ. നാട്ടിലെ വിശേഷങ്ങൾ കുറച്ച് കുറവായിരിക്കും, എന്നാലും ഒത്തിരി 30-35 വർഷമായല്ലോ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഈ ഒരു ഓണാഘോഷം ഇങ്ങനെയാണോ എല്ലാ വർഷവും സ്റ്റാഫും ഒക്കെ ആയിട്ട് ചേർന്ന്? ഇപ്പം ബിസിനസ് തുടങ്ങിയിട്ട് 20 years ആയത്. അതിന് മുന്നേ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ബിസിനസ് തുടങ്ങിയ പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഗോൾഡൻ ഗ്രൂപ്പിലെ സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് എല്ലാം ആഘോഷിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ മ്യൂസിക് സെന്റർ മാത്രമല്ല, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ് മറ്റ് സംരംഭങ്ങളൊന്നും കൂടി പറയാമോ? ഗോൾഡൻ മ്യൂസിക് അല്ലാതെ കുറച്ച് ബിസിനസ്സും കൂടി ഉണ്ട്. ഗോൾഡൻ യൂണിക് ലേഡീസ് സലൂൺ ഉണ്ട്. പിന്നെ ഗോൾഡൻ സ്റ്റെപ്പ് ഫിറ്റ്നസ് ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞാൽ കരാട്ടെ സെന്ററാണ്. പിന്നെ ഗോൾഡൻ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെന്റൽ അബാക്കസിന്റെ ഗോൾഡൻ മെന്റൽ കാൽക്കുലേഷൻ സെന്റർ. ഇത്രയുമാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടി സ്റ്റാഫാണ് നമുക്ക് ഇന്ന് ഓണാഘോഷത്തിൽ ഉണ്ടായിരുന്നത്. അതെ, ഇന്നൊരു 50% ഉണ്ടായിരുന്നു. കുറച്ച് പേര് വെക്കേഷൻ ഓണത്തിന് നാട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഇന്ന് വരാൻ അസൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു 50% ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് ഒന്ന് മകളിലേക്ക് പോയിട്ട് വരാം. അമൂല്യ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ അല്ല, UAE അല്ല ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാനഡയിൽ ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സൈക്കോളജിന്റെ. അതിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാസം മാസ്റ്റേഴ്സിന് യുകെയിലോട്ട് പോവാണ്. ഓണാഘോഷത്തിന് എപ്പോഴും അമ്മയോടൊപ്പം കൂടെ ഉണ്ടാവും? യൂഷ്വലി അതാണ് പതിവ്. കഴിഞ്ഞ വർഷം മാത്രമേ വിട്ടു നിന്നിട്ടുള്ളൂ, ജസ്റ്റ് ഡിഗ്രി കാരണം. അല്ലെങ്കിൽ എപ്പോഴും ഗോൾഡൻ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എങ്ങനെയുണ്ട് ഈ ഒരു ഗോൾഡൻ ടീം? എല്ലാം ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. സിൻസ് ചൈൽഡ്ഹുഡ്, ലൈക്ക് 5 years ഓൾഡ് തൊട്ട് തന്നെ ലൈക്ക് ഐ വാസ് വിത്ത് ഗോൾഡൻ ഫാമിലി. അപ്പോൾ ലൈക്ക് സ്റ്റാഫൊക്കെ ആണെങ്കിലും കുറേ പേരൊക്കെ ആൻറ്റിയാണ്, കുറേ പേരൊക്കെ ചേച്ചിയാണ്. ബട്ട് എനിവേസ് ഒരു യൂണിറ്റ് തന്നെയാണ്. ഇടയ്ക്കൊക്കെ അമ്മയുടെ കൂടെ ഇങ്ങനെ എല്ലായിടത്തും വരും? എപ്പോഴും, എവറി ഡേ. ഗോൾഡൻ മ്യൂസിക് സെന്റർ എന്ന് പറഞ്ഞു. അപ്പം മേ ബി ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ യുഎയിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പം എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്നെങ്കിൽ പോലും നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് എവിടേക്കാണ് നമ്മുടെ 4 ബ്രാഞ്ചസ്, ഇപ്പോൾ ഗോൾഡൻ മ്യൂസിക്കിന്റെ ആണെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റിന്റെ മറ്റ് സംരംഭങ്ങളുടെയൊക്കെ ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് പറയാമോ?
ഞങ്ങൾക്ക് ഗോൾഡൻ മ്യൂസിക്കിനുള്ളത് 4 ബ്രാഞ്ചാണ്. ഒന്ന് വന്നിട്ട് ഹംദാൻ സ്ട്രീറ്റിൽ തന്നെയാണ്, അലൈൻ ടവർ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമാണ്. രണ്ടാമത്തെ ബ്രാഞ്ച് വന്നിട്ട് WTC മോളിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അൽസായ ടവർ. അതിൽ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ആണ്. പിന്നെ തേർഡ് ബ്രാഞ്ച് വന്നിട്ട് എയർപോർട്ട് റോഡ് അൽബഹദ മോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ലൈഫ് ഫാർമസി ബിൽഡിങ്ങിലാണ്, തേർഡ് ഫ്ലോറിൽ. പിന്നെ മുസഫയിലാണ് ഒരു ബ്രാഞ്ച് ഉള്ളത്, ഷാബിയ 11. അങ്ങനെയാണ് 4 ബ്രാഞ്ച് ഉള്ളത്. ഇനി ചോദിക്കാനുള്ളത് ഗോൾഡൻ മ്യൂസിക്കിന്റെ ആ ഒരു പേരും ഒപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് മൂത്ത മോൾ അതുല്യ ഇങ്ങനെ ഡാൻസൊക്കെ പഠിക്കുന്ന സമയത്ത് അബുദാബിയിൽ അന്ന് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായപ്പോഴത്തേക്ക് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ മോളുടെ ഇതിന് നോക്കി മോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംരംഭം എന്ന് പറയുന്നത് ഡാൻസ് സ്കൂളാണ്. ഡാൻസ് സ്കൂൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ടൈലറിംഗും മറ്റ് ആക്ടിവിറ്റി. ഇവിടെ എന്തൊക്കെയാണ് ഗോൾഡൻ മ്യൂസിക് സെന്ററിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടി? നമുക്ക് മെയിനായിട്ട് കുട്ടികളുടെ മ്യൂസിക്കാണ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഡാൻസ്, പാട്ട്, ബോളിവുഡ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡ്രോയിങ്, അബാക്കസ്, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. നമ്മൾ സാധാരണ ഞാനിപ്പോൾ ദുബായിലാണെങ്കിലും എല്ലായിടത്തും കണ്ടിട്ടുള്ള ഈ ഒരു മ്യൂസിക്കൽ സ്കൂൾ ഡാൻസ് എന്നൊക്കെ പറയുന്നത് മലയാളി നടത്തുന്നതാകുമ്പോഴത്തേക്ക് മൊത്തം നമ്മൾ കാണുന്ന മലയാളി സ്റ്റാഫ് തന്നെയായിരിക്കും, എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റാഫുകൾ. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ കണ്ടത്, ഞാനിങ്ങനെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എല്ലാവരും നേപ്പാളീസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ കസവ് സാരിയിൽ വന്ന് ആഘോഷങ്ങൾ കാര്യം. അതെങ്ങനെയാണ് എല്ലായിടത്തു നിന്നുള്ള ഒരു സ്റ്റാഫിൻ്റെ എല്ലാ നാഷണാലിറ്റി? ആക്ച്വലി നമുക്ക് മ്യൂസിഷ്യൻ, നമ്മുടെ 2 ബ്രാഞ്ചിലെ മ്യൂസിക് ടീച്ചേഴ്സിന് 2 പേര് സുഡാൻ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻസ് നമുക്ക് അങ്ങനെ ഡാൻസ് പാട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ കർണാട്ടിക് മ്യൂസിക്, അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് ചുരുക്കുന്നതാണ്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് എല്ലാം വെസ്റ്റേണും അങ്ങനെ എല്ലാം ആയപ്പോഴത്തേക്ക് അവരും നല്ല മ്യൂസീഷ്യൻസ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രീ സ്കൂളും KG ഉണ്ട്. അപ്പോൾ അതിന് ശ്രീലങ്കൻ, നേപ്പാളി ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ സലൂണിൽ എല്ലാ നാഷണാലിറ്റി ഉണ്ട് സ്റ്റാഫ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു എന്താ പറയുക ഒരു ഫാമിലിയാണ് ഞാനിന്ന് ഇവിടെ ഓണാഘോഷത്തിന് കണ്ടത്. അപ്പം ഇനി ഇവിടുത്തെ ഫാമിലിയുടെ കാര്യം, നമ്മൾ ഒരാളെ കണ്ടുള്ളൂ, ബാക്കി വിശേഷങ്ങളൂടി ഒന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോൾ അതുല്യ, അവൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ മോൾക്ക് ഒരു 6 വയസ്സായ മോനുണ്ട്, ദർശ്. ഇത് ഇളയ മോളാണ്, 10 വർഷത്തിന് ശേഷമുള്ളതാണ്. 10 വർഷത്തിന് ശേഷമുള്ള ഒരാൾ. അതാണ് എല്ലാവരും ഇങ്ങനെ പാമ്പറിങ് ചെയ്ത് ഇങ്ങനെ എല്ലാവരുടെ ഒരു മകളാണ്. ആളായിരുന്നു ത്രൂ ഔട്ട് പ്രോഗ്രാം എല്ലാം. വല്ല പ്രോഗ്രാം എന്താ പറയുക, അത് ഫുൾ അറേഞ്ച് ചെയ്തതും ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത ആൾ തന്നെയാണ്. വളരെ മനോഹരമായിട്ടായിരുന്നു കേട്ടോ. ഗെയിംസ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഗെയിമൊക്കെ അതിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ മൈൻഡിൽ വയ്ക്കാൻ ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം ഓണാഘോഷം അവിടെ പോയിട്ട് ഇനി ഇത് പരീക്ഷണങ്ങളൊക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം. ഈ ഒരു സന്തോഷം എപ്പോഴും മുന്നോട്ട് പോകട്ടെ. ഇനി ഒത്തിരി ഇപ്പം 4 ബ്രാഞ്ചസ് ആണുള്ളത്, ഇനിയും ഒത്തിരി ബ്രാഞ്ചസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അബുദാബിയിലെ ഗോൾഡൻ മ്യൂസിക് ഒരുക്കിയ ഒരു ഗംഭീര ഓണാഘോഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാട്ടർ ആൻഡ് ലാൻഡ് റൈഡ്സ് ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. രാവിലെ 10 o'clock ഇത് ഇവിടെ ഓപ്പൺ ആകും, വൈകിട്ട് 6 മണി വരെ ഉണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാട്ടർ റൈഡ്സിലൊക്കെ കളിച്ച് ലാൻഡ് റൈഡ്സിലൊക്കെ കളിച്ച് 6 മണി വരെ വേറെ ഒന്നും അറിയണ്ട, ഹാപ്പി ആയിട്ട് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ടീമുണ്ട്, അവരുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചറിയാൻ വരും. ഹായ്. ഹായ്, ഞങ്ങൾ നാവായിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ല തന്നെ. ഫാമിലിയാണോ? ഒരു ഫാമിലിയാണ്. എൻ്റെ ബ്രദറാണല്ലേ? അതെ. പേര്? അനീസ്. ഞാൻ ദുബൈയിലാണ്, വെക്കേഷൻ വന്നതാണ്. ഫാമിലി ആയിട്ട് ദുബായിലാണോ അതോ താങ്കൾ മാത്രം? ഞാൻ മാത്രമേ ഉള്ളൂ. അനസ്. ഞാൻ ഇവിടെ ഓൺ ബിസിനസ്സാണ്. ഇവിടെ നാട്ടിൽ തന്നെ? നാട്ടിലാണ്. മോട്ടോ കൺസെപ്റ്റ് കാർ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. പേര് ഫൗസിയ. പണക്കൊക്കെ മാറി. പേരെന്താ മോളുടെ? ഹൻസ. ഹലോ. നമുക്ക് വെള്ളത്തിൽ കളിക്കാം, അപ്പൊ പേടിക്കാനൊന്നുമില്ല. 5D മൂവി കാണാം, അതും സൂപ്പറാണ്. ഓക്കെ, ചിരിച്ചേ.
പേരെന്താ? ഹനി അംബർ. പറ. മുഹമ്മദ് അംദാൻ അനീസ്. ഹദിയ അനീസ്. ദിമ്മ ആണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? ന്യൂസുകൾ ഒരുപാടുള്ള ഒരു സ്ഥലം അതേതാ? ന്യൂസിലാൻഡ്. കറക്റ്റ് ആണ്, പെട്ടെന്ന് കിട്ടി. ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ഫിലിംസ് ഒക്കെ കാണുമോ? എല്ലാ ഫിലിംസ് ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ ഫിലിമത്തെ ഒരു ഡയലോഗ് പറയാം. അത് ഏത് ഫിലിമിലെയാണെന്ന് പഴയ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ പഴയ ഫിലിംസ്, മോഹൻലാലിൻ്റെ ഒക്കെ പഴയ ഫിലിംസൊക്കെ. ഓക്കെ, നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് പേടിയാണ്, മരിക്കാൻ നിനക്കും, പക്ഷേ ഇതിന് രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് ഹോൾഡ് ചെയ്തത്. അത് കേട്ട പിന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. നമുക്കൊരു ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ പേടിയൊക്കെ മാറിയിട്ട് വാങ്ങിച്ചോടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജംഗിൾ സഫാരി കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ പിള്ളേരിലൊക്കെ കണ്ടത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒരു ചെറിയ പേടി അവർക്ക് തോന്നിയെന്നേ ഉള്ളൂ. ഇന്നത്തെ ഹാപ്പി ലാൻഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. ദിസ് ഇസ് സുകന്യ ടോക്കിംഗ് ടു യു. ഗുഡ് ഡേ. ഇന്നത്തെ ഫോക്കസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും നിങ്ങളേവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം അഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് presented by ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Lumina Technolab. Co-presents Academy for Professional Studies. This program is brought to you by Happy Gold.